ചൈനയിൽ നിന്ന് അത്ര നല്ല വാർത്തകളല്ല വരുന്നത്. സാമ്പത്തിക സൈനിക തകർച്ചയിലേക്ക് വീഴുകയാണ് ചൈന എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റു രാജ്യങ്ങളുമായി ആഭ്യന്തര കാര്യങ്ങളിലുൾപ്പെടെ അനാവശ്യം ഇടപെടുന്നത് ചൈനയുടെ രീതിയാണ്. ഇതാണ് തിരിച്ചടിയാകുന്നത്. ചൈനയുടെ സമീപങ്ങളിൽ അയൽ രാജ്യങ്ങൾക്കും കടുത്ത അമർഷമാണുള്ളത്. ശത്രുക്കളെ നേരിടാൻ ഇപ്പോഴിതാ സാക്ഷാൽ ഭാര്യയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഷീ ജിൻപിങ്. ബെയ്ജിങ്ങിലെ ഒരു സൈനിക സർവകലാശാലയിൽ ഷിയുടെ ഭാര്യ പെങ് ലി യുവാൻ സന്ദർശനം നടത്തുകയും പട്ടാളക്കാരുമുള്ള ആശയവിനിമയവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മാത്രമല്ല അവർക്ക് ലഫ്റ്റനന്റ് ജനറലായി സ്ഥാനക്കയറ്റം നൽകിയെന്നും പറയുന്നുണ്ട്. പ്രചരിക്കുന്ന വാർത്ത സത്യമാണെങ്കിൽ ഇനി പെങ് ലി യുവാനായിരിക്കും ചൈനീസ് സൈന്യത്തിന് നേതൃത്വം നൽകുക. 70കാരനായ ഷീ ചൈനയുടെ ആജീവനാന്ത ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടിട്ട് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഭരണ നേതൃത്വം കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള ഷിയുടെ തന്ത്രമായും പുതിയ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട്. പെങ് ലി യുവാൻ ചൈനയിൽ മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയാണ്. അവരുടെ ഫാഷൻ സെൻസും ഗായിക എന്ന നിലയിലുള്ള അവരുടെ മുൻകാല പശ്ചാത്തലവും അവർക്ക് ഏറെ ഗ്ലാമറസ് ആയ ഒരു പരിവേഷമാണ് ചൈനീസ് മാധ്യമങ്ങൾ നൽകുന്നത്. എന്നാൽ അവരുടെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ എല്ലാമൊന്നും അത്രയ്ക്ക് ഹരം പകരുന്നവയല്ല. പെങ് ലി യുവാൻ്റെ കലാജീവിതം ചൈനീസ് മിലിറ്ററിയുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്നതാണ്. ആർട്ടിസ്റ്റ് സോൾജിയർ എന്ന വിഭാഗത്തിൽ ചൈനീസ് സൈന്യത്തിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ള പെങ്ങിൻ്റെ റാങ്ക് നമ്മുടെ മേജർ ജനറലിൻ്റേതിന് തുല്യമാണ്. 1989 ടിയാനൻമെൻ സ്ക്വയർ സംഭവം കഴിഞ്ഞ ശേഷം ജനാധിപത്യത്തിനു വേണ്ടി സമാധാനപൂർവ്വം പ്രതിഷേധിച്ച ആയിരക്കണക്കിന് പൊതുജനങ്ങളെ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്ന ചൈനീസ് ആർമിയിലെ പട്ടാളക്കാർക്കു വേണ്ടി പെങ് പാടുന്ന ചിത്രം പ്രചരിച്ച് ഏറെ വിവാദങ്ങൾക്ക് വഴിതിരിച്ചിരുന്നു. 2013 പ്രത്യക്ഷപ്പെട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരുന്നു അന്നത്തെ ചിത്രം.